ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ എല്ലാവർക്കും? ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒരു പ്രഹസനത്തുമെന്നാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു പുറത്ത് പോക്കുണ്ടേനി കേട്ടോ. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങണ്ടീനി. അപ്പം ഞാൻ ഫാൻസിയിൽ കയറിയിട്ടുണ്ടേനി കേട്ടോ. ഫാൻസിയിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങാണ്ടീനു. അപ്പോഴാണ് അവിടെ സ്റ്റെൻസിൽ കണ്ടത്. അപ്പോൾ ഒരാഗ്രഹം മൂത്ത് വാങ്ങിയതാണ്. പക്ഷേ അത് ഫുള്ളായിട്ട് കയ്യുമുള്ളതിന് അപ്പം എനിക്ക് അങ്ങനെ വേണ്ട എന്ന് തോന്നിയിട്ട് ഞാൻ അതിൽ ആവശ്യമുള്ള പോർഷനൊക്കെ കട്ട് ചെയ്തെടുത്ത് കണ്ട് ഒട്ടിച്ചു കൊടുത്തതേനി കേട്ടോ. അപ്പോൾ അതൊക്കെ ഒട്ടിച്ചെടുത്ത് അങ്ങനെ മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടേനി ഞാൻ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞൊക്കെ നമ്മുടെ സെനിക്കുട്ടനെ ഉണർന്നിട്ടുണ്ടേനി കേട്ടോ. സെനിക്കുട്ടനെ ഉറങ്ങണ ഒരു 2 മണിക്കൂർ അതിനും ഞാൻ മൈലാഞ്ചിയൊക്കെ ഇട്ടിരുന്നിട്ടുണ്ടായിനി. അതെ, ആൾക്ക് ഇന്നലെ തൊട്ട് ചെറുതായിട്ടൊരു മൂക്കടപ്പ് രാത്രി കിടക്കുമ്പോൾ. അപ്പം ഞാൻ 2 വട്ടം ഇങ്ങനെ നെബുലൈസ് വെച്ച് കൊടുക്കലാണ് കേട്ടോ. ഇത് ആദ്യമൊക്കെ ഒരു പേടിയേനെ, പക്ഷേ ഇപ്പോൾ ആളൊറ്റയ്ക്ക് തന്നെ പിടിച്ചുറങ്ങുക. ഈ നെബുലൈസർ ഉണ്ടല്ലോ വാങ്ങിയിട്ട് കുറച്ചായി. നമ്മൾ ഷെഡ് വീട്ടിലൊക്കെ അതിനൊന്ന സമയത്ത് വാങ്ങിച്ചതേനി കേട്ടോ. ഇത് വാങ്ങണ വരെ ഇടക്കിടക്ക് കഫ്കെട്ട് വരുവേനി. വാങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ കഫ്കെട്ട് വന്നിട്ടേ ഇല്ല. അപ്പോൾ കഫ്കെട്ട് വരണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വാങ്ങി വെച്ചാൽ മതി എന്നുള്ള പോലെ ആയിപ്പോൾ. പിന്നെ ഇതിൻ്റെ മാസ്ക് വെച്ച് കൊടുത്താൽ ഓൻ അത്ര അങ്ങ് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ പിടിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പം എന്തായാലും ഇന്ന് നമുക്കൊരു കല്യാണത്തിൻ്റെ വ്ളോഗും വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഇവിടെ മഴയാണ്. ഇതാണ് കേട്ടോ ഞാനിട്ട മൈലാഞ്ചി. ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ചെയ്തിട്ടാണ് ഇട്ടത്. പക്ഷേ ഇട്ട് വന്നപ്പോൾ ഒരു ചൊറുക്കൂല്ലേനി കാണാൻ. എൻ്റെ മക്കൾ സ്കൂളിട്ട് വന്നപ്പോഴും പറഞ്ഞേ, ആ സ്റ്റെൻസിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല എനിക്ക് നിങ്ങളെ സ്വന്തം കൈ കൊണ്ട് ഇടണമെങ്കിൽ അതിലേറെ മൊഞ്ചായിട്ട് വന്നിട്ടുണ്ടേനു എന്നുള്ളത്. ഛേ, വെറുതെ ആ സ്റ്റെൻസിലൊക്കെ ഒട്ടിച്ചിൻ്റെ നേരം കളഞ്ഞു. ആ, അതൊക്കെ പോട്ടെ. പോയ വണ്ടിക്ക് കൈയാട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഇവിടെ ഒരാൾ ഇന്നെ അനുകരിച്ചുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണേ. ഞാനിതൊക്കെ മഴ പെയ്യണതൊക്കെ ഷൂട്ട് ചെയ്യല്ലേ ക്യാമറ വെച്ച്. അപ്പം പിന്നെ ആളെ ക്യാമറ എടുത്തോണ്ട് വന്നിക്കണേ. പിന്നെ ഫ്ലാഷ് അടിച്ചണല്ലോ, അതുകൊണ്ടാണ് ലൈറ്റ് കത്തിച്ച് വന്നിക്കണത് കേട്ടോ. ഫ്ലാഷ് അടിക്കാതെ ഫോട്ടോ എടുത്താൽ അത്രക്ക് ക്ലിയർ ആവൂലല്ലോ. മഴ മഴ പെയ്യണ്ടോ? ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. മത്തം കുത്തിയാൽ കുമ്പളം മുളക്കൂല എന്നുള്ളത്. ഇതുവരെ കുത്തിയ മത്തനൊന്നും കുമ്പളം മുളച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ അങ്ങനെ വരിക? അപ്പോൾ എന്തായാലും ഓൻ്റെ ഓരോ പരിപാടി വെച്ച് ഇങ്ങനെ നടക്കണം കേട്ടോ. ഞാനിങ്ങനെ കിച്ചണിക്ക് കുട്ടികൾക്ക് 4 മണിക്ക് സ്കൂളിൽ വരുമ്പോഴത്തേന് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും ഓരോരോ ഇങ്ങനെ ആയിട്ട് അപ്പോൾ അത് വീഡിയോ എടുക്കാൻ വരുന്നതാണ് കേട്ടോ. ഇപ്പം നല്ല ഉഷാറായിട്ട് ഷോപ്പിങ്ങിന് പോവിനെ. ആ ബാഗൊക്കെ തോളിലിട്ട് ചെരുപ്പൊക്കെ ഇട്ട് അതിൽ കുറേ സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങനെ പോവേനി കേട്ടോ. പക്ഷേ ഞാൻ അത് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ ആളതിൻ്റെ സ്റ്റൈലൊക്കെ അങ്ങോട്ട് മാറ്റിട്ടോ. വീഡിയോ എടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര ഒരു കുറവാണ് കേട്ടോ. ആരൊക്കെയോ കുറേ ആൾക്കാർ കാണുന്നുണ്ട് എന്നുള്ള ഒരു 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 ഇത് ഓനുണ്ട് കേട്ടോ. അപ്പോൾ ഓനൊരു നല്ല കുട്ടിയാവണതാണേ. അങ്ങനെ കുറച്ച് നേരത്തെ ഷോപ്പിങ്ങിന് ശേഷം ഞങ്ങൾ കിച്ചണിൽ കയറിയിരിക്കണം കേട്ടോ. കിച്ചണിൽ കയറിയാൽ പിന്നെ ഫസ്റ്റ് ജനലൊക്കെ തുറന്നിടണമല്ലോ. ആ ജനലൊക്കെ തുറന്നിടാൻ സഹായിച്ചത് സെനിക്കുട്ടനാണേ. ജനൽ സാധാരണ ഞങ്ങൾ രാവിലെ തുറന്നിട്ടാൽ പിന്നെ വൈകുന്നേരത്ത് കിടക്കാൻ പോകുന്ന സമയത്താണ് അടക്കൽ കേട്ടോ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് പുറത്ത് പോവാണ്ടേനി എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ അടച്ചിട്ടതാണേ. പൂച്ച അതുവഴി എങ്ങാനും കയറി വരണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പം എൻ്റെ കുട്ടി ആ കിച്ചണിൽ വന്നാൽ വേഗം ജനൽ തുറന്നിടണം എന്നുള്ള ആ ഒരു പാഠം ഓൻ പഠിച്ച് വെച്ചിരിക്കണം കേട്ടോ. ഇനി ഇവിടുന്ന് വേഗം മാറ്റി കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെ തൊട്ട് തൊട്ട് ഇൻ്റെ പൊട്ടണ സാധനങ്ങൾ മുഴുവൻ പൊട്ടിക്കും. എൻ്റെ സകല സാധനങ്ങളും തൊട്ടാ പൊട്ടണ തൊട്ടാവാടികളാണല്ലോ. അതുകൊണ്ട് പിന്നെ ആളെ ഇവിടുന്ന് മാറ്റിയിട്ട് നമുക്ക് പണി തുടങ്ങാം. പക്ഷേ ഞാൻ ആളെ മാറ്റണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആൾ മാറാനൊന്നും ഇതില്ലേനി കേട്ടോ. പിന്നെ ആളവിടെ വെച്ചുകൊണ്ട് ഞാനങ്ങോട്ട് പണി തുടർന്നു. അതാണ് ചെയ്തിട്ടുണ്ടായിനിയത്. പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ചായക്ക് കടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാം. 2 മുട്ട ഉണ്ടായിന് കേട്ടോ. ആ മുട്ട വെച്ചിട്ട് നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുണ്ടാക്കാൻ ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കണ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇല്ലേ, അതാണ് ഇട്ടുണ്ടാക്കണത്. അപ്പം ഞാനേക്ക് മുട്ടയൊക്കെ പൊട്ടിച്ചെടുത്ത് പിന്നെ എൻ്റെ ആളാണ് കേട്ടോ മിക്സ് ചെയ്യാനൊക്കെ എനിക്ക് കൂടി തന്നിട്ടുണ്ടെങ്കിൽ പുറത്തിങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ മഴ പെയ്യണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചൂടിൽ കഴിക്കാൻ നമുക്കൊരു തോന്നലാണല്ലോ. ആ കൈ കാട്ടിയത് എന്തിനാന്ന് വെച്ചെങ്കിൽ ഞാൻ ആ മുട്ടയ്ക്ക് പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട് എടുത്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ ആദ്യം നല്ല കുട്ടിയെങ്ങാണ്ട് പഞ്ചസാരയൊക്കെ കൊടുത്തതിന് ശേഷം കഴിച്ചതിന് ശേഷം കൈയൊക്കെ ഒന്ന് തോത്തി തുടച്ച് പിന്നെ പൈപ്പങ്ങ പോയിട്ട് പിന്നെയാണ് കേട്ടോ കഴിക്കണത്. അപ്പം നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം. നമ്മളെ മീൻ പൊരിക്കണ ചട്ടി ഉണ്ടല്ലോ, അതാണ് വെച്ചിക്കണേ. അതിലാവുമ്പോൾ ഒരു 2 ബ്രെഡൊക്കെ പോകും. പിന്നെ വലിയ ചട്ടിയിലാവുമ്പോൾ 3-4 പോകും കേട്ടോ. വലിയ നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ചട്ടിയിൽ
പക്ഷേങ്കിൽ അതിപ്പോൾ എടുക്കാനുള്ളൊരു മൂഡില്ല. അതപ്പോൾ അവിടെ കയറി എടുക്കുകയൊക്കെ വേണം. അപ്പോൾ പിന്നെ ഞാൻ ഈ ചട്ടേനും എത്തിനോടുത്തുണ്ടായിനത്. അപ്പോൾ പിന്നെ വേഗം അതെടുത്ത് അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിലൊരു 2 പോവുള്ളൂ കേട്ടോ. നമ്മളെ സ്പാച്ചിലതാ ഏകദേശം ഈ ഒരു അവസ്ഥയിലായിരിക്കണം കേട്ടോ. ആ ഒരു പിങ്ക് കളർന്നൊക്കെ പോയി അതിൻ്റെ അറ്റ കണ്ടത് ഒരു മഞ്ഞ കളറായിക്കണേ നമ്മൾ ഈ കറികളിലൊക്കെ ഇട്ട് ഇളക്കിയിട്ട്. പിന്നെ അതേപോലെ തന്നെ സ്പാച്ചിലതാ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായി കേട്ടോ. ഞാൻ അതിങ്ങനെ വിചാരിച്ചില്ലേ ഈ സ്പാച്ചില ആ ഒരു തുമ്പ് ഭാഗം മാത്രം ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിക്കാണ്ടും ബാക്കിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ കട്ടിയായിട്ടും നിൽക്കുന്നത് എങ്ങനെയാണ് എന്നറിയാനൊരു ത്വര ഉണ്ടായിന് കേട്ടോ. ആ അറിയാനുള്ള ത്വരക്ക് പൊട്ടിച്ചതല്ല കേട്ടോ, അത് എങ്ങനെയോ പൊട്ടിയതാണ്. എനിക്ക് തോന്നുന്നുണ്ട് മക്കളാരോ ഇമ്മ പിടിച്ചൊടിച്ചതാണെന്ന്. അപ്പം അതിൻ്റെ ആ ഒരു ഭാഗം വരെ കമ്പിയാണ്. ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് കമ്പിയില്ല. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ട് നമുക്കിങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതാക്കാൻ പറ്റുന്ന രീതിയിൽ ആയത്. അപ്പോൾ ഇനി പുതിയൊരു സ്പാച്ചില വാങ്ങണം. തൽക്കാലികം നമുക്ക് പഴയ സ്പാച്ചില വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ 2 മുട്ടയും കൊണ്ട് ഇത്രയും ബ്രെഡൊന്നും പൊരിക്കൂല കേട്ടോ. അതിക്ക് അത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ കുറച്ച് വെള്ളം ചേർത്തതാണ്. പാലുണ്ടെങ്കിൽ പാല് ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ പാലില്ലാത്തതുകൊണ്ട് വെള്ളം ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റിലെ ബ്രെഡ് ആയപ്പോൾ തന്നെ ജനിക്കുട്ടന് വേഗം ഞാനത് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ടാവും, പനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൂക്കടപ്പും ക്ഷീണവും ഒക്കെ ആയിട്ടാണ് ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. ഇന്നലെ ഈ വീഡിയോ എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വോയിസ് ഓവർ കൊടുക്കാൻ എൻ്റെ സൗണ്ട് ഇങ്ങോട്ട് ഒരു മട്ടത്തിനായി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചായയൊക്കെ റെഡി ആയപ്പോഴേക്കും മക്കൾ ഇതാ സ്കൂൾ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയമായപ്പോൾ തന്നെ മഴയൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടായിനി കേട്ടോ. നിയകുട്ടി സാധാരണ സ്കൂൾ വിട്ടിട്ട് ആടിപ്പാടി ഇങ്ങനെ സാവധാനമാണ് കേട്ടോ വരിക. പക്ഷെ ഇന്നാൾ വേഗം ഓടിച്ചാടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഒരു കല്യാണത്തിന് പോവാണ്ട് ഡാൻസ് കളിക്കാണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിലിട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ഓല് വേഗം സ്കൂളിൽ തന്ന് കുളിയും പിന്നെ ചായയുടെയും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിനി കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഡാൻസ് പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് നാളെ. അപ്പോൾ തലേ ദിവസം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് പരിപാടി. അപ്പോൾ കുട്ടികളുടെ ഡാൻസും പരിപാടിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഡാൻസ് പഠിച്ച് കളിക്കണത് കണ്ട് നമ്മുടെ ജനുക്കുട്ടനും ചെറിയൊരു ഡാൻസർ ആയിക്കണേ. ഓൻ്റെ ഡാൻസാണ് ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്തത്. അപ്പോൾ പുറത്ത് ഇന്നലെ അവൾക്ക് കയ്യിൻ്റെ പുറത്ത് ഇന്നലെ അയലക്കത്തെ കുട്ടി മൈലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ അകത്തുമാണെന്ന് പറഞ്ഞിട്ട് ഇതാ എന്നെ കൊണ്ട് ഇപ്പോൾ പിടിച്ചിട്ട് ഞാൻ കുത്തി വരച്ചു കൊടുത്തതാണ് കേട്ടോ. ഈ കയ്യിൻ്റെ ഉള്ളിലുള്ള ഈ ക്രയവിക്രയങ്ങളൊക്കെ അപ്പോൾ 2 ഒരുപോലെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തത് ഇനി കേട്ടോ. അങ്ങനെ പിന്നെ മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിതാ കല്യാണപ്പറ്റിക്ക് പോകാൻ ഒരുങ്ങുന്നത്. എല്ലാവരും മാറ്റിയിട്ടോ ഒരുങ്ങണമൊക്കെ തത്തിരം കണ്ടിട്ട് എൻ്റെ ജനുക്കൂട്ടം വണ്ടി പോയിട്ട് ഒരു ചെരുപ്പും ബാഗും എടുത്ത് വന്നിട്ടുണ്ട്. ട്രൗസറും കുപ്പായൊക്കെ പിന്നെ അല്ലേ അങ്ങനെ ഓനക്ക് പറ്റുന്നതൊക്കെ എടുത്ത് കൊണ്ടുവന്നത് ഇനി കേട്ടോ. അങ്ങനെ അതാ ആളെ പിടിച്ചെത്തി ഞങ്ങൾ മാറ്റിച്ച് എല്ലാവരും മാറ്റി ഇറങ്ങി പുറത്തിറങ്ങിക്കണം കേട്ടോ. ഞങ്ങൾ എപ്പച്ചിനെ കാത്ത് നിൽക്കുകയാണ്. ഇപ്പച്ചി ഇതാ ഇപ്പം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങാടിക്ക് ഒരു മിന്നൽ അങ്ങോട്ട് മിന്നിയതാണ്. കല്യാണം ഇവിടുന്ന് ഒരു 5 മിനിറ്റ് പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ. കുഞ്ഞുട്ടിൻ്റെ ജ്യേഷ്ഠ അനിയന്മാരൊക്കെ ഇവിടെ തൊട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് പോകാനുള്ള ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുട്ടിൻ്റെ ഉപ്പാൻ്റെ അനിയന്മാരും ഏട്ടന്മാരും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ. ആ ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും പോയി വരാനുള്ള അത്ര എടുത്താണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോണത് ഓഡിറ്റോറിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എല്ലാവരും വന്നിട്ട് ഞങ്ങൾ പിന്നെ പോകുമ്പോൾ ഇളച്ചികളും മുത്തച്ചികളൊക്കെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് എപ്പോഴാണ് അവിടെ എത്തുക എന്നൊക്കെ ഉള്ള ആ ഒരു സമയത്തിനനുസരിച്ചിട്ട് ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഞങ്ങളാണ് എത്തിയത്. ഞാൻ എത്തിയപ്പോൾ തന്നെ മുത്തച്ചികളും നാത്തുമാരും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും പാടെ കൂടിയാൽ പിന്നെ ഞങ്ങളെല്ലാവരും ഒരു സെറ്റായിട്ട് ഓരോരുത്തരായിട്ട് ഇരിക്കുക. പിന്നെ ഞങ്ങൾക്ക് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതും ശ്രദ്ധിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങളെ പരിപാടി വർത്താനം പറച്ചില്ല അതും നടക്കും. അപ്പോൾ സ്റ്റേജിന്മേൽ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പാട്ട് പാടാൻ ആളൊക്കെ ഉണ്ടേനി. അപ്പോൾ ഓല് പാട്ടൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കുട്ടികൾക്ക് ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടേനി കേട്ടോ. അങ്ങനെ അതാ നിയമോളിയും അഫിമോളിയും ആ ഡാൻസ് വന്നിക്കണേ. ഇതിൽ ഞാൻ എന്തായാലും ഡാൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഞാൻ ഡാൻസ് മാത്രമായിട്ട് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടേനി. അപ്പോൾ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താഞ്ഞത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകുമ്പോഴേ എങ്ങനെയായാലും ഡാൻസും പരിപാടിയും ഏതെങ്കിലും കുട്ടികളൊക്കെ കളിക്കുമല്ലോ, അത് കാണുമ്പോൾ വിൽക്കും നേരെ ഞങ്ങൾക്കും കളിക്കേനു എന്നുള്ള ഒരു ആഗ്രഹം വരും കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ
ഞാനാണ് കേട്ടോ ഇതിൻ്റെ കൊറിയോഗ്രാഫർ. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിലപ്പോൾ ചില സ്റ്റെപ്പൊക്കെ ഇവർക്ക് ടഫ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ പിന്നെ അതിനനുസരിച്ചിട്ട് ഞാൻ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ഡാൻസാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. എന്നാലും കുട്ടിയൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ. എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും കളിക്കാൻ ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അങ്ങനെ ഒരു മിനിറ്റിൽ ഒതുങ്ങണ കുഞ്ഞു ഡാൻസ് കഴിഞ്ഞു കേട്ടോ ഓൾക്ക് ഉണ്ടായിട്ടുണ്ടായിനി. ആ ഡാൻസ് കഴിഞ്ഞപ്പോൾ ഓൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിനി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ രണ്ടാളും വന്നിങ്ങനെ പറയാണ് കേട്ടോ. പിന്നെ സ്റ്റേജിൽ വേറെ പ്രോഗ്രാം നടക്കുമ്പോൾ അതിൻ്റെ ഒപ്പം വെറുതെ ഇരുന്ന് തുള്ളലും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഓൾക്ക് ഭയങ്കര ഇഷ്ടമായിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രസമുണ്ട് സ്റ്റെപ്പ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അഫിമോളിനോട് താങ്ക് യു ഒക്കെ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ സ്റ്റേജിൽ പാടാനും പാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിനി കേട്ടോ. അപ്പം അങ്ങനെ ഓല് കുറച്ച് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിനി. ഇതും ഓലെ കൂട്ടത്തിൽപ്പെട്ട ഒരു ഗായകനേനി കേട്ടോ. ആളെ പേരും വിലാസമൊന്നും അറിയില്ല, പക്ഷെ ആളെ പാട്ട് അടിപൊളിയേനി. മറ്റോലെ പാട്ടൊക്കെ രസമുണ്ടേനി, പക്ഷേ ഇയാളെ പാട്ടുണ്ടല്ലോ നമുക്ക് ഡയറക്റ്റ് ആ പാട്ട് കേട്ടപ്പോലൊരു ഫീൽ ചെയ്യണി കേട്ടോ. ആ സൗണ്ട് നല്ല അടിപൊളി സൗണ്ടിൽ നല്ല അടിപൊളിയായിട്ട് ആൾ പാട്ടും പാടീനി. എല്ലാവരും കൈയടിച്ചൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡായി ഒക്കെ കഴിഞ്ഞു. പിന്നെയും കുറച്ച് സമയം ഇരുന്ന് പാട്ടൊക്കെ കണ്ട് ഒരു 10:30-11 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ അവിടുന്ന് മടങ്ങിയിട്ടുണ്ടായിനിയത് കേട്ടോ. അന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഞാൻ അത്ര മാത്രമാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കാലമായിട്ട് ഞാൻ കയ്യുമ്പോൾ വളയൊന്നും ഇടലില്ലേനി കേട്ടോ. മൊട്ടം കയ്യായിട്ടാണ് നടന്നിരുന്നത്. നമ്മൾ പെരപ്പണി തുടങ്ങിയ സമയത്ത് അതുവരെ എൻ്റെ കയ്യുമ്പോൾ ഒരു വള ഉണ്ടായിനി കേട്ടോ. അപ്പോൾ ആ ഒരു വള ആ സമയത്ത് കൊടുത്തു. ബാക്കി വേറെ 4 വള ഉണ്ടായിനി, അത് സ്ഥലം വാങ്ങിയപ്പോൾ പോയി. പിന്നെ പെര കയറ്റിയപ്പോൾ ഒരു വള ഉണ്ടായിനി എൻ്റെ കയ്യും കേട്ടോ. അപ്പോൾ ആ വളയും പോയിട്ടുണ്ടേനി. പിന്നെ ഉമ്മ എപ്പോഴും പറയും കേട്ടോ, ഉമ്മക്ക് ഇങ്ങനെ മൊട്ടം കഞ്ച് കാണുന്ന ഇഷ്ടമല്ല. ഉമ്മ എപ്പോഴും പറയും എൻ്റെ കൈയൊന്നും ഇല്ലാതെ കാണാൻ ഇടങ്ങാറാണ് പെണ്ണെ, ഒരു ഗ്യാരണ്ടി വള എന്തെങ്കിലും വാങ്ങിച്ചിടും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. പക്ഷേ ഞാൻ പറയും ഇപ്പം മൂടില്ല അമ്മ അതിനൊന്നും പറഞ്ഞിട്ട്. അങ്ങനെ പോയി നമ്മൾ വീട് പണി കഴിയണ വരെ ഞാൻ കയ്യുമ്പോൾ വളയൊന്നും ഇല്ലാതെയാണ് നടന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇപ്പം അടുത്താണ് ഞാനിങ്ങനെ ഒരു വള ഇങ്ങനെ റോസ് ഗോൾഡിൻ്റെ ഒരു വള വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഒന്ന് ഇമ്മ വാങ്ങി തന്നേനെ. എങ്ങോട്ടേലും പോകാനൊരുങ്ങുമ്പോൾ പിന്നെ ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതൊന്നും നിങ്ങൾ നോക്കണ്ട, വന്നിട്ട് എനിക്ക് ഇരട്ടി പണി ഉണ്ടാവുമേ. പിന്നെ ഞങ്ങൾ 2 പെണ്ണുങ്ങൾ മാറ്റി ഒരുങ്ങി കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു ബദർ യുദ്ധം തന്നെ നടക്കലുണ്ട്. ഞങ്ങളത് മാറ്റി ഒരുങ്ങി കഴിയാൻ സമയമാകുമ്പോഴത്തേനാണ് കേട്ടോ നമ്മളെ പെരീത്താണുങ്ങളൊക്കെ ഒരുങ്ങൽ. കാരണം പിന്നെ ഒരുങ്ങി കഴിഞ്ഞാൽ കുഞ്ഞുട്ടിക്ക് വേഗം പോണ്ടി വരും. കുഞ്ഞുട്ടി എപ്പോഴും പറയും ഒരു 2 പെണ്ണുങ്ങളെല്ലാം കൊണ്ടാണ് എങ്ങട്ടേലൊന്ന് പോവാനുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പം ഞാൻ പറയും പെൺകുട്ടികളൊക്കെ ആവുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു കുറച്ച് ഒരുക്കാനും ഒക്കെ ഉണ്ടാവും, ക്ഷമിച്ച് കാത്തിരിക്കേണ്ടി വരും എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ നിയക്കുട്ടിൻ്റെ മുടി കെട്ടി കൊടുക്കലാണ് കേട്ടോ അടുത്ത ടാസ്ക്. ഇന്നിപ്പോൾ മേക്കപ്പ് ഇടൽ പരിപാടിയൊന്നും എനിക്കില്ല ഇനിയെ. കാരണം എന്താ വെച്ചാൽ ഇവിടെ അടുത്ത് തന്നെ നാത്തൂൻ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ കല്യാണത്തിന്. അപ്പോൾ നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ നാത്തൂൻ്റെ മോളാണ് മേക്കപ്പ് ഒക്കെ ഇട്ടെടുത്ത്. അങ്ങനെ പോകാൻ ഒരുങ്ങി ഇറങ്ങി വണ്ടിമ കയറിയപ്പോഴാണ് കുഞ്ഞുട്ടിക്കൊരാഗ്രഹം. എല്ലാവരും മാറ്റി ഒരുങ്ങിയതല്ലേ, എന്നാൽ പിന്നെ ഒരു ഫാമിലി പിക്കും കൂടി എടുത്തിട്ട് നമുക്ക് കല്യാണത്തിന് പോകാമെന്നുള്ളത്. അങ്ങനെ പിന്നെ അയലോകത്തെ മോള് വന്ന് ഞങ്ങൾക്ക് ഫാമിലി പിക്കൊക്കെ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അങ്ങനെ പിന്നെ ഫോട്ടോസൊക്കെ എടുത്ത് നിർവൃതി അടങ്ങി ഞങ്ങളിതാ കല്യാണപ്പെരീക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്യാണപ്പെരീക്കല്ല, ഓഡിറ്റോറിയത്തേക്ക്. അപ്പോൾ അതാ ഞങ്ങളൊരു 11:30 ആയപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് നമ്മളെ മുത്തച്ചികളും ഇളച്ചിയും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. നമ്മളാണ് ഫസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പം പിന്നെ ഞങ്ങൾ ചെന്നപാടനെ ഫുഡ് കഴിക്കാനൊക്കെ പോയി. ആ സമയത്തൊന്നും ഞാൻ വീഡിയോ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഒരു കയ്യിൽ എൻ്റെ സിനിമോൻ ഉണ്ടാവും, അപ്പോൾ ഓന് ഫുഡ് വാരി കൊടുക്കും അടുത്ത കൈ വെച്ചിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് സൗകര്യം കിട്ടൂല കേട്ടോ. അതുകൊണ്ട് അതൊന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിറ്റത്തെ ദിവസം കുട്ടികളുടെ പ്രോഗ്രാമും കാര്യങ്ങളും ഫോട്ടോ എടുക്കണതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ ഓരോ കുട്ടികൾക്ക് ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇപ്പം ഈ കണ്ട ക്രയവിക്രയങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണത് നമ്മുടെ നീയക്കുട്ടിയാണ് കേട്ടോ. ഓള് ഇടയ്ക്ക് ഓരോ പാട്ട് വരുമ്പോൾ ഇങ്ങോട്ട് തന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒന്ന് ഫോണും വാങ്ങിയിട്ട് പോയിട്ട് ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരുന്നതാണ് കേട്ടോ. ചിലതൊന്നും തലയും വാലൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ കീബോർഡിൽ എന്തൊക്കെയെങ്കിലും വിഷ്വൽസ് നടക്കുന്നതൊക്കെ എടുത്ത് കണ്ടൊക്കെ ഇങ്ങനെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടെടുത്തപ്പോൾ ഒരുപാട് ക്ലിപ്സ് കുറേ ഞാൻ ഡിലീറ്റ് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓള വക എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ.
ഇന്നും ഡാൻസും പാട്ടൊക്കെ കണ്ടപ്പോൾ ഓൽക്ക് ഡാൻസ് കളിക്കാൻ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇളച്ചിക്കുന്ന ഒരു ഡാൻസ് ഓൽക്ക് അറിയണ ഒരു ഡാൻസ് ഉണ്ടായിന് മുമ്പ് പഠിച്ചത്. അപ്പം അത് കളിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ പിന്നെ സമ്മതിച്ചു കേട്ടോ. അങ്ങനെ പിന്നെ ഓലെ കയറ്റിയതാണ് കേട്ടോ. ഡാൻസിൻ്റെ ഒരുവിധം സ്റ്റെപ്പൊക്കെ ഓല് മറന്നിട്ടുണ്ടേനി. പിന്നെ കുറച്ചൊക്കെ ഓലെ കയ്യിൽ നിന്നിട്ട് കണ്ടൊക്കെ ഓല് ഡാൻസൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേനി കേട്ടോ. അങ്ങനെ പിന്നെ ഇന്നൊരു മഴ ദിവസം ഇടയ്ക്ക് നല്ല മഴയും ഇടയ്ക്ക് നല്ല വെയിലൊക്കെ ആയിട്ട് അങ്ങനെ അതാ ഞങ്ങൾ ക്ഷീണിച്ച് അവശരായി. ഒരു 3:30 ആയപ്പോൾ ഞങ്ങൾ ഇതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷങ്ങൾ കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.